കണ്ണപ്പ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് പറയാണ്, കണ്ണപ്പ എന്നുള്ള പേര് മാറ്റിയ വളരെ നന്നായിരിക്കും. ചേച്ചി ലോജിക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഫിലിമാണ്. ലാലപ്പന് ഭയങ്കര ശോകമാണ്. ആകെ ലാലേട്ടൻ്റെ സീനും അതുപോലെ പ്രഭാസിൻ്റെ സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ് കോമഡിയാണ്. അലൻ ജോസ് പെരേരയുടെ അതായത് ഷോർട്ട് ഫിലിം ഇല്ലേ, അതിന് ഇതിലും നിലവാരമുണ്ട്. ലാലേട്ടൻ ട്രെയിലറിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. നമ്മൾ ട്രെയിലർ ചില ഡയലോഗ്സ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും BGM ഒക്കെയാണ് ലാലേട്ടന് കൊടുത്തിരിക്കുന്നത്. ബെറ്റർ BGM ആണ്. ആ മൂവിയിലെ തന്നെ ബെറ്റർ BGM ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം ഓക്കെ. പിന്നെ പ്രഭാസിൻ്റെ കുറച്ച് സീൻസും അടിപൊളിയായിരുന്നു. ബാലൻസ് ഫുള്ള് ഒരു മൂവി എന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സീൻസ് ആയിരുന്നു. മോഹൻലാലിനൊക്കെ കണ്ടിട്ടില്ല ഒരു സിനിമയ്ക്ക് പറഞ്ഞ തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മികച്ച ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പ്രഭാസിനെ പോലുള്ളവരുടെയൊക്കെ ഡേറ്റ് കിട്ടുമ്പം അത്ര നല്ല സിനിമ എടുക്കണ്ടേ? ഇത് തിയേറ്ററിൽ ഇരുന്ന് കോമാളി വേഷം കിട്ടുന്ന ആൾക്കാരെല്ലാവരും തിയേറ്ററിൽ ഇരുന്ന ഒരാൾ പോലും മനസ്സിരുത്തി സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് പക്ക കണ്ണപ്പയല്ല, ഇത് വേറൊരു പേര് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലൻ ജോസ് പെരേരയുടെ അതായത് ഷോർട്ട് ഫിലിം ഇല്ലേ, അതിന് ഇതിലും നിലവാരമുണ്ട്. ആകെ ലാലേട്ടൻ്റെ സീനും അതുപോലെ പ്രഭാസിൻ്റെ സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ് കോമഡിയാണ്. നമ്മൾക്കൊരു നമ്മൾ ഒരു വീഡിയോ ഒക്കെ ട്രോളന്മാരുടെ വീഡിയോ ആണില്ലേ, ആ ഒരു മൈൻഡോടുകൂടി വന്നു കഴിഞ്ഞാൽ പടം കംപ്ലീറ്റ് ഇരുന്ന് ചിരിച്ചിറങ്ങാം. തിയേറ്ററിലൊക്കെ ഫുള്ള് ഓരോ സീനിലും ചിരിയായിരുന്നു. അത് നമുക്ക് മലയാളം ആകും തോറും നമുക്ക് നല്ല ഡയലോഗ്സും നമുക്ക് നല്ല ചിരിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പടം ആ ട്രോൾ സെൻസിലേക്ക് പോകും. പിന്നെ നമ്മൾ അങ്ങനെ കണ്ടിട്ടിരിക്കാം. സ്റ്റോറിയൊക്കെ ചേട്ടാ, നമ്മൾ പഴയ കുമാർ സംഭവമൊക്കെ ആ പടം തന്നെ, അത് തന്നെ ഇച്ചിരി നമ്മളെവിടെ ഒരു മലേഷ്യയിലെ ആമസോൺ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് കണ്ണപ്പ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് പറയാണ്, കണ്ണപ്പ എന്നുള്ള പേര് മാറ്റിയ വളരെ നന്നായിരിക്കും. കാരണം അത്ര പൊട്ട പടമാണ്, ഒരു രക്ഷയില്ല. കാരണം ഇതിനകത്ത് ഇവരുടെ കുടുംബാധിപത്യം നടത്താൻ വേണ്ടി മാത്രം എടുത്ത ഒരു സിനിമയാണ്. കാരണം അപ്പനും മോനും കൊച്ചുമോനും കൂടെ വന്ന് ഈ ഫ്രെയിമിൽ വന്ന് കളിച്ച് പോകുന്ന ഒരു സാധനം. അതിൽ പ്രഭാസുണ്ട്, ലാലേട്ടനുണ്ട്, അക്ഷയ് കുമാറുണ്ട്, വമ്പൻ താരനിരയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രായമായിട്ടുള്ള ഫീൽഡ് ഔട്ട് ആവാൻ പോകുന്ന കുറേ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇവരൊരു മലയാളത്തിലൊരു റീയൂണിയനാണ് സിനിമാ മേഖലയിൽ നടത്തിയെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര മോശപ്പെടാണ്, യാതൊരു ലോജിക്കും ഇതിനകത്തില്ല എന്നുള്ളതാണ്. പിന്നെ ശിവൻ്റെ ഒരു കഥ, നമ്മൾ ബാഹുബലി പോലുള്ള സിനിമകൾ കണ്ടാണ്, അതെല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും, ക്രിസ്ത്യൻ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും എല്ലാവരും കണ്ട് വിജയിപ്പിച്ച ഒരു പടമാണ് ബാഹുബലി. അതുപോലൊരു ഭക്തി സിനിമയായിട്ട് എടുത്തേക്കുന്നതാണ് ഈ കണ്ണപ്പ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നടന്ന ഒരു ബാലയ്ക്ക് പോലും ഇതിലും നിലവാരമുണ്ട്. സത്യം ഞാൻ പറയണേ, ഞാൻ പറഞ്ഞാൽ ഈ അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിമിന് ഇതിനെക്കാട്ടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അത്ര മോശം സിനിമയാണ്. ഈ നടൻ്റെ മുഖത്ത് നിങ്ങൾ സിനിമ കണ്ടോ, നിങ്ങൾ ഇനി എന്നെ തല്ലിയാലും ശരി, ഞാൻ പറയാണ്, ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല എന്നുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെയും ഒറ്റ ഫ്രെയിമിൽ ഒറ്റ രീതിയിലാണ് പുള്ളി പോണത്. ഒരു ഇമോഷണൽ സീൻ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു നടൻ. ഇതൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു നടനാവുന്നത്? ഇത് ട്രോളാണ്, ഈ സിനിമ ട്രോളാണ്. നിങ്ങളല്ലേ കണ്ടോ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത് ട്രോളായിരിക്കും. പിന്നെ അശ്വന്ത് കോക്കിനെ പോലുള്ള ആൾക്കാർ താറ് പോലുള്ള വണ്ടികൾ മേടിക്കുന്നത് ഇത്തരം സിനിമകൾ വരുന്നതുകൊണ്ടാണ്. ഇനി അദ്ദേഹം ബെൻസ് കാർ മേടിക്കാൻ പോവുകയാണ് ഈ സിനിമയുടെ നോക്കിന്ന് ട്രോളി നശിപ്പിക്കും ഈ സിനിമ. അത്ര കോസ്റ്റ്യൂമിൽ വന്നിരുന്ന അയാൾ ചെയ്യും. ഈ സിനിമയ്ക്കെതിരെ അയാൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അയാൾക്കെതിരെ എന്നും സംസാരിക്കുന്ന ആളാണ്. പക്ഷേ സിനിമയെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തേക്ക് ഇന്ന ആളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ സിനിമ എടുത്ത് നമ്മൾ ജനങ്ങളെ പറ്റിക്കരുത്. ഇന്നത്തെ കാലത്ത് നിന്നാലോചിച്ച് ഈ മഴയിൽ ഈ കാലാവസ്ഥയിൽ നമ്മളൊരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ എത്ര രൂപ ചിലവാണ്? അപ്പം നമുക്കൊരു സംതൃപ്തി വേണ്ടേ? ഒരു സിനിമ കണ്ട് നമ്മൾ ഇത്ര രൂപ പോയി, തുടക്കം മുതൽ ഒടുക്കം വരെയും ഒറ്റ സാധനം. ലാലപ്പന് ഭയങ്കര ശോകമാണ്, ഭയങ്കര നായകനൊക്കെ ചിരിക്കുകയാണ്, തിയേറ്ററിൽ പോയി ചിരിക്കുകയാണ്. അത്ര ശോകമാണ്. ഡബിങ് അതിലേറെ ശോകമാണ്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത്? എനിക്ക് പോലെ ഏതോ ചാനലില് സീരിയലാക്കി കൊടുക്കേണ്ട സാധനമാണ് ഇതിനകത്ത് ഫിലിം. അതേപോലെ കൈരൽ TVക്കകത്തൊക്കെ വരുന്ന പോലൊരു പടമാണ്. അത്ര ശോകമായിട്ട് എടുത്ത മലയാളം എടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു. അത്ര ശോകമാണ്. വെറുതെ ഒരു ടിക്കറ്റ് 200 രൂപയും പോയി. പടം ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സംശയമുണ്ട്. പക്ഷെ ഒരു ആത്മീയത ഇഷ്ടപ്പെടും, സ്പിരിച്വലായ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ ആ പടം ചെയ്യാൻ കാരണം ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ സമുദ്രബദ്ധമായാലും കാര്യങ്ങൾ കൊച്ചു തന്നെ ആയാലും ആ ക്യാമിയ റോൾ നന്നായി ചെയ്യുന്നു. പിന്നെ ഇതിൽ ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വളരെ
കൊറിയോഗ്രാഫി പോരാ, പക്ഷേ റൊമാൻസ് എലിമെന്റ്സ് നന്നായിട്ടുണ്ട്, നായിക നന്നായി ചെയ്തിട്ടുണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് പ്രഭാസ് നന്നായി ചെയ്തിട്ടുണ്ട്. പ്രഭാസ് ചെറിയ റോളാണ്, ടെക്നിക്കലി നല്ലതാണ്. ഓൺലി കാണുന്ന ഇതിപ്പോൾ ഭയങ്കര ലോജിക്കലായിട്ട് ഇപ്പോൾ എത്തിസ്റ്റ് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആത്മീയ ഫിലിമാണ്, അങ്ങനെ ലാഗ് ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ആകെ ആക്ഷൻ മാത്രം ഇഷ്ടപ്പെടാൻ പോയത്, ബാക്കി റൊമാൻസ് സെറ്റിൽമെന്റ്സ് നന്നായി വന്നിട്ടുണ്ട്, കാസ്റ്റിംഗ് നന്നായി തോന്നി, ടെക്നിക്കലി നല്ല ഫിലിമാണ്. പിന്നെ പടത്തിൽ എടുത്തു പറയാനുള്ളത് ആകെ ഇതിന് ബീജിയം കൊള്ളാം, പിന്നെ അതുപോലെ തന്നെ ക്യാമറ വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. സ്ഥലങ്ങൾ കാട്ടുന്നതായാലും അങ്ങനത്തെ സ്ഥലം അതൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. വേറെ ഒന്നും ഇല്ല പടത്തിൽ. പിന്നെ 3 മണിക്കൂർ നമുക്ക് AC കൊണ്ട് തിയേറ്ററിൽ ഇരിക്കാം, ആ ഒരു ഗുണം എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രഭാസ് പിന്നെ പ്രഭാസ് അത് മോഹൻലാൽ ഇതിൽ ഫൈറ്റ് ചെയ്യണ സംഭവമുണ്ട്, മറ്റേ അതിൽ നടനായിട്ട് നായകനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അതിൽ മോഹൻലാൽ എന്തുട്ടാ കാട്ടിക്കൊടുക്കണം, അത് മോഹൻലാൽ ഒരു ദൈവമാണ്, അങ്ങനത്തെ ഒരു എന്തോ ഒരു ഇത് ആണ് കാട്ടിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ എന്നിട്ട് പടം ഒന്നിനും കൊള്ളില്ല. എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ, ഒരു മിത്തോളജിക്കൽ ഫാൻറ്റസി ഫിലിമാണ്. പ്രത്യേകിച്ച് ലോജിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ പുതിയ ജനറേഷൻ എത്തിസ്റ്റുകൾക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ കാസ്റ്റിംഗ് നന്നായിട്ട് തോന്നി, ടെക്നിക്കലി നന്നായി തോന്നി, പക്ഷേ ആക്ഷൻ ശരിയായിട്ടില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി വളരെ മോശമാണ്. സെൻറ്റിമെൻറ്റ്സ് റൊമാൻസ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നായിക വളരെ നല്ല സുന്ദരിയാണ്. എല്ലാം കൊണ്ടും കാസ്റ്റിംഗ് നന്നായി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. ലാലേട്ടൻ തളർത്തുന്നുണ്ട്. ലാലേട്ടൻ ഏത് സിനിമയിലും ക്യാമ്പ്യൂ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ കുറച്ച് നന്നാക്കാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രഭാസ്, അക്ഷയ് കുമാർ, എല്ലാ കാസ്റ്റിംഗ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഷോക്കാണ് എന്ന് വെച്ചാൽ പാട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് CJ വന്നിട്ട് ഒരു സിംഗില്ലാത്ത പോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പടം ഒരു ഇമ്പാക്ട് കിട്ടുന്നില്ല. പടം കാണുന്നുണ്ട്, ഒരു നല്ല ട്രോൾ മെറ്റീരിയൽ ആവും ഈ പടം. എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലത്തിന്റെ ട്രോൾ ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റുന്നു.